യൂത്ത് കഫേയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു അമേരിക്കക്കാരി എഴുതിയ കവിതയുണ്ട്, സോളിറ്റ്യൂഡ് എന്നാണ് പേര്. ഈ കവിതയിൽ പറയുന്ന മെയിൻ ആശയം ഇതാണ്: നമ്മൾ ഈ ലോകത്ത് ചിരിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ചിരിക്കാൻ കാണും. പക്ഷെ നമ്മളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം നമ്മളോട് കാണുമല്ല കരയാൻ. ചിരിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ചിരിക്കും, പക്ഷെ കരഞ്ഞാൽ ആരും കാണുമല്ല കരയാൻ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ജീവിതത്തിൽ. ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നവർ, അല്ലേ? നമ്മുടെ ഓട്ടത്തിനിടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കുതിപ്പിനിടയ്ക്കൊക്കെ സ്റ്റക്കായി നിൽക്കുന്നവർ. ചിലപ്പോൾ തോറ്റുപോയവരായിരിക്കും. ചില പ്രതിസന്ധികളിൽ, ചില വിഷമങ്ങളിലൊക്കെ കണ്ണുനീരോടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ഏറ്റവും നല്ലത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുന്നതായിരിക്കും. ഞാൻ പലപ്പോഴും ലൈഫിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ സ്റ്റക്കായിട്ട് അവിടെ നിന്ന് തന്നെ കുറേ പ്രാർത്ഥനയിലൂടെയും ആ ഒരു ശക്തിയിലൂടെ ഞാൻ മുന്നോട്ട് വന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊരാളുടെ അനുഭവം പറയുന്നേക്കാളും എനിക്ക് എൻ്റെ അനുഭവത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമ്മളെ തടസ്സം നിൽക്കുന്ന കുറേ ഓബ്സ്റ്റക്കിൾസ്, അല്ലേ? അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു SSLC കാലഘട്ടം, അതാണ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി അടുത്ത് +1 +2 പഠിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളാണ്. ഏത് സബ്ജക്റ്റ് എടുക്കണം, ആ ഒരു ലൈഫിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റക്ക് ആരംഭിച്ചു. തുടക്കം തന്നെ അതായിരുന്നു. അവിടെ വെച്ച് ജോയിൻറ്റിനൊക്കെ വളരെ പെയിൻ ആവുകയും ആ ഒരു അസുഖത്തിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയും എൻ്റെ ഒരു വർഷം അവിടെ പോയി. ഒരു വർഷം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരാൻ പറ്റിയത് ഒരു വർഷം ഞാൻ വളരെ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ഇതിലൂടെ പോയി. കിടപ്പായി പോയില്ല, എങ്കിൽ പോലും അസ്വസ്ഥതകളുണ്ടായി. അപ്പോൾ എനിക്ക് ആകെ ഒരു ശക്തി എന്ന് പറയുന്നത് പ്രയർ മാത്രമായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഈ ഒരു പ്രയറിൽ, എൻ്റെ അമ്മ ഭയങ്കര അടിയുറച്ച ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു വന്നത്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഞാൻ ഒരു വർഷം ഞാൻ പ്രാർത്ഥനയിലൂടെ പോയി അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരാളാണ് ശരിക്കും. പിന്നീട് +2 ലൈഫിലോട്ട് കയറി അവിടെയും ഇതുപോലെയുള്ള ഓരോ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രൊഫഷനിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് തനിക്ക് പറ്റിയ പ്രൊഫഷനല്ല. അവിടെയും ഞാൻ സ്റ്റക്കായിട്ട് വന്നൊരു നിമിഷമായിരുന്നു. അവിടുന്ന് വീണ്ടും ഈശോ എന്നെ വീണ്ടും കൈപിടിച്ചുയർത്തി, നിന്നെക്കൊണ്ട് സാധിക്കും, നിന്നെക്കൊണ്ട് പറ്റും, ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ഞാൻ അപ്പോഴാണ്. പിന്നെ നഴ്സിംഗ് പ്രൊഫഷന് വന്നപ്പോഴും വീണ്ടും കുറേ സ്റ്റക്കുകളായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെയാണേലും ഓരോ അസ്വസ്ഥതകളുണ്ടായി, കോളേജിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഇനി എനിക്കിത് പറ്റുമോ, ഞാൻ നിർത്തിപ്പോകേണ്ട അവസ്ഥകളുണ്ടായി. നിർത്തിപ്പോയി, എന്നിട്ട് വീണ്ടും വീട്ടിൽ പോയി 2 മാസം ഇരുന്നു. അതിനുശേഷം വീണ്ടും എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയാണ്, എന്നെക്കൊണ്ട് ഇത് സാധിക്കും, ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ അപ്പോൾ എല്ലാത്തിലും ഞാൻ നേരിടാൻ പറ്റി. ഒരു പ്രാർത്ഥന ഒരു പിൻബലമായിട്ട് നിന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളല്ല നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്നത് ഒരിക്കലും. നമ്മൾ എത്ര ആലോചിച്ച് ചിന്തിച്ച് നമ്മളൊരു ഡയറക്ഷൻ ഇട്ടാലും മുകളിൽ ദൈവഹിതമുണ്ട്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ പറയുന്ന ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ. ദൈവം എന്താ ആഗ്രഹിക്കുന്നു അത് മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത്. എനിക്ക് തോന്നുന്നു അൻസോയെ പോലെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ചുറ്റും. നമുക്ക് ചുറ്റുമുണ്ട്, ഒത്തിരി പേരുണ്ട്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ വിഷമതകളിലൂടെ അല്ലെങ്കിൽ കണ്ണീരുകളിലൂടെ കടന്നുപോയ ഒത്തിരി പേരുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ നമുക്ക് നമ്മളൊക്കെ തോറ്റുപോകുന്നവരാണ്. പക്ഷെ നമ്മളെക്കാളൊക്കെ തോറ്റുപോയ ഒരാളുണ്ട് ജീവിതത്തിൽ. മുഴുവൻ സമയവും തോറ്റുപോയ ഒരാൾ, അത് പരിശുദ്ധ അമ്മയാണ്. കാരണം ജീവിതത്തിൽ സ്വന്തം മോൻ പിറക്കുന്ന നിമിഷം തൊട്ട് എല്ലാം തോൽവികളിലൂടെയാണ്. കാരണം എല്ലാ ഇല്ലായ്മകളിലൂടെ കടന്നുപോയിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ വരെ തോറ്റുപോയെന്ന് നമ്മൾ മനുഷ്യദൃഷ്ടിയിൽ ഇതൊക്കെ ഒരു തോൽവി, പക്ഷേ എല്ലാം ഒരു രക്ഷാകര രഹസ്യങ്ങളിലൂടെ കടന്നു പോക്കായിരുന്നു. പരിശുദ്ധ അമ്മ അങ്ങനെ തോൽവികൾ മുഴുവൻ കണ്ടതാണ്. പക്ഷേ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ഒരു ബലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അല്ലേ? കൊന്തയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാരണവന്മാർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നതാണ്, ഓരോ ജപമണിക്ക് ശേഷവും ഓരോ നിയോഗമൊക്കെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. നമുക്ക് സങ്കട നേരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സങ്കടക്കടലുകളിലൊക്കെ നമ്മളോട് ചേർന്ന് നിൽക്കാൻ നമ്മെ പരിശുദ്ധ അമ്മ ഒത്തിരി ബലപ്പെടുത്തും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ എന്നോട് പോലും പൗരോഹിത്യ ജീവിതത്തിലൊക്കെ നമുക്ക് പോലും മുമ്പോട്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ ഒരു ബലം നമുക്ക് എപ്പോഴും ഉറപ്പ് തരുന്നുണ്ട് പലരും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു ഇടപെടൽ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഒരു സമയത്ത് എനിക്കൊരു ഹോസ്റ്റൽ അന്വേഷിക്കേണ്ട ഒരു സമയം ഞാൻ ഒരുപാട് അന്വേഷിച്ചു, എനിക്ക് കിട്ടുന്നില്ല. എനിക്കതൊരു അത്യാവശ്യമായൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരണം കഴിഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എനിക്കത് വളരെ അത്യാവശ്യം ഒരു കാര്യമായത് കാരണം എൻ്റെ നെഞ്ചുപൊട്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഈശോയൊക്കെ കാണും, അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ ഞാൻ പരിശുദ്ധ അമ്മ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ആദ്യം ഒരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ഞാൻ കണ്ടത് ഒരു വെള്ള വസ്ത്രം ധരിച്ച് നീല ഷോളിട്ടൊരു മാതാവിനെയായിരുന്നു.
അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് പരിചയമുള്ള അച്ഛന്മാരെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ മാതാവിനെ കാണുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, അത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം നിനക്ക് തരാൻ വെമ്പുന്ന ഒരു അങ്ങനെ പറഞ്ഞു. അപ്പോഴും ഞാൻ അതിനെ അതുമാതിരി ഗവനിച്ചില്ല. ഞാനത് അത്ര അതിപ്പം ചുമ്മാ തോന്നിയതായിരിക്കും എന്ന ആ ഒരു മൈൻഡിൽ ഞാൻ വിട്ടു. പിന്നീട് ഞാൻ ഹോസ്റ്റലിൽ നോക്കാൻ ഇറങ്ങി. ഞാൻ എത്തിപ്പെട്ടത് ശരിക്കും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു ചാപ്പൽ, തൊടുപുഴ ഡിവൈൻ മേഴ്സി, അവിടെ എത്തിപ്പെടുകയായിരുന്നു ഞാൻ ശരിക്കും. അപ്പം ഞാൻ അവിടെ വിശുദ്ധ കുർബാനയിൽ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ മാതാവിന് മുന്നിൽ പോയി മുട്ടുകുത്തിയപ്പോഴാണ് ഈ മാതാവിനെയാണല്ലോ എനിക്ക് മുന്നിൽ കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും. അപ്പൊ മാതാവിന്റെ ഒരു ശക്തി ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തടസ്സപ്പെട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ അല്ലെ ആ ഒരു ശക്തി കുറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ആ ബലം നമ്മുടെ കൂടെ ഉണ്ടാകും. കുറുക്കുവഴി അത് നമ്മൾ പ്രാർത്ഥനയിലും ഗാനങ്ങളിലൂടെയൊക്കെ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു ബിംബമുണ്ട്, കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യനും അമ്മയും അല്ലെ. ഈശോ പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ഈശോയുടെ കുരിശിന്റെ ചാരെ നിൽക്കുന്നവർക്കാണ് അമ്മയെയും മോനെയും കൊടുക്കുന്നത്. അപ്പം നമുക്കും ചാരെ നിൽക്കാം അല്ലെ. ചേർന്ന് നിൽക്കുന്നവർക്ക് അമ്മയെ കിട്ടും, അല്ലെങ്കിൽ ഈശോയുടെ ആ ഒരു കുരിശിന്റെ ബലവും ശക്തിയൊക്കെ സഹന നേരങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ നമുക്ക് കാണുന്ന ഇടങ്ങളിൽ ആശംസിക്കാം. വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.